ന്യൂ രാജധാനി ഫർണിച്ചർ, കീർത്തിപ്പടി, നിലമ്പൂർ. ഫോൺ 04931227771. മൃത്യുവിനെ ജയിച്ച ഉയിർപ്പ് മഹത്വത്തിന്റെ ആനന്ദം പങ്കുവച്ച് പ്രത്യാശയുടെ പുതുവെളിച്ചത്തിലേക്ക് വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ചു. വിശുദ്ധ നോമ്പുകാലത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്കും ക്ലേശവാരാചരണങ്ങൾക്കും ശേഷമാകുന്ന ഈ ആഘോഷം യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ശക്തമായ പ്രതീകമാവുന്നു. ഈസ്റ്റർ ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിലൊന്നാണ്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് 3-ാം ദിവസത്തിൽ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതായി വിശ്വസിക്കുന്നതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ആഘോഷം. ഇത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അടിസ്ഥാന മൂല്യങ്ങളെക്കുറിച്ചുള്ളതാണ്. 50 ദിവസം നീളുന്ന നോമ്പുകാലത്തെ പ്രാർത്ഥനയും ഉപവാസവും ആത്മപരിശുദ്ധിയുടെയും ത്യാഗത്തിൻ്റെയും കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. ഈ കാലഘട്ടം സമാപിച്ചു വരുന്ന ശനിയാഴ്ചയുടെ രാത്രിയിൽ ഈസ്റ്റർ വിളക്കു ശുശ്രൂഷയോടെ ഉയിർപ്പ് തിരുനാൾ ആഘോഷമാക്കുന്നു. പെസഹ പൂർണ്ണചന്ദ്രനു ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ് ഈസ്റ്ററായി കണക്കാക്കുന്നത്. ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് പല നാടോടി ആചാരങ്ങളും പാരമ്പര്യങ്ങളും നിലവിലുണ്ട്. സന്ധ്യാപ്രാർത്ഥന, ഉയിർപ്പിൻ്റെ പ്രഖ്യാപനം, പ്രദക്ഷിണം, ആഘോഷപൂർവമായ വിശുദ്ധ കുർബാന എന്നിവയോടെയാണ് ഉയിർപ്പ് തിരുനാൾ ആചരണം നടത്തിയത്. ചോക്കാട് സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. മൂനി പാമ്പുരത്ത്, വർഗീസ് കുട്ടി പുന്നവിള, സിസ്റ്റർ അമൽ, റിജോ പ്ലാന്തോട്ടത്തിൽ, ഫിലിപ്പ് കോട്ടപ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്നേഹവിരുന്നോടെ ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഈസ്റ്റർ പ്രത്യാശയുടെ ജീവിത വിജയത്തിൻ്റെ, വിമോചനത്തിൻ്റെ അടയാളമാണ്. അഗാധമായ ദുഃഖത്തിനു ശേഷമുള്ള ആനന്ദം. മൃത്യുവിൻ്റെ അന്ത്യത്തിലെയും ആത്മീയ ഉണർവിൻ്റെ തിരുനാൾ എന്ന നിലയിൽ ഇത് വിശ്വാസികൾക്ക് വലിയ ആത്മീകോല്ലാസമാണ്. ആത്മീയതയുടെ ആഴം കണ്ടെത്താനും കൃപയുടെ നിറവിൽ ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈസ്റ്റർ ഓരോ വിശ്വാസിക്കും. ന്യൂസ് ഡെസ്ക്, 1 TV ന്യൂസ്.